നമസ്തേ. എല്ലാ മലയാളികൾക്കും ഹൽവ കിച്ചൻ്റെ ഓണാശംസകൾ. ഹൽവ കിച്ചൻ്റെ ആദ്യത്തെ ഓണമാണ് ഇന്ന്. അത്തം മുതൽ തിരുവോണം വരെ ഉള്ള ദിവസങ്ങളിൽ പഴയ കാലത്തിലെ പലഹാരങ്ങളാണ് ഞാൻ തയ്യാറാക്കുന്നത്. അവലോസുണ്ട, അവലോസ് പൊടി, അച്ചപ്പം, ഉണ്ണിയപ്പം, ആലങ്ങ, അങ്ങനെ തുടങ്ങി പഴയ കാലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പലഹാരങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധാരണയായിട്ട് ബേക്കറിയിൽ പോയി പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൊരു പരിചയമേ. പക്ഷേ പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ വീട്ടിലൊക്കെ ഇതുപോലെ 2 ആഴ്ച മുന്നേ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അടുക്കി വയ്ക്കും, എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിമാരും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓടി കളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു ഓർമ്മകൾ സത്യത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പം ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന പലഹാരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും. താങ്ക് യു. ഓണ വിഭവമായ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വറുത്ത അരിപ്പൊടി 250 ഗ്രാം, ശർക്കര 200 ഗ്രാം, മൈദ 100 ഗ്രാം, റവ 50 ഗ്രാം, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ എള്ള്, 5 ഏലക്ക പൊടിച്ചത്, 3 ചെറിയ പാളയംതോടൻ പഴം, 2 ടീസ്പൂൺ നെയ്യ്, തേങ്ങ ചിരകിയത്, വെളിച്ചെണ്ണ 1/2 കിലോ, സോഡാപ്പൊടി 1 നുള്ള്, 150 മില്ലി വെള്ളം. ഉരുളിയിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങ തിരുമിയത് ലൈറ്റ് ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ നിറത്തിൽ വറുത്ത തേങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 350 ml വെള്ളത്തിൽ ശർക്കര ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചതിന് ശേഷം ഇതിലിട്ട് അലിയിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പിൽ കൂടി ഒഴിച്ച് ഇതിനകത്തുള്ള അഴുക്കുകളെല്ലാം മാറ്റിക്കളയാം. ഈ അരിച്ചെടുത്ത ശർക്കര വെള്ളം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഒരുപാടങ്ങ് തണുത്ത് പോകേണ്ട, ചെറിയ ചൂടിൽ വേണം മാവെല്ലാം ഇതിനകത്ത് ഇട്ട് കുഴച്ചെടുക്കാൻ. പാളയംകൂടൻ പഴം നമുക്കൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം. പഴം നല്ലതുപോലെ ഉടച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചെറു ചൂടുള്ള ശർക്കര പാനിയിലേക്ക് നമുക്ക് ആദ്യം അരിമാവിട്ട് കുഴയ്ക്കാം. ഇതിൻ്റെ കൂടെ മൈദാമാവും റവയും എടുത്ത തേങ്ങയും നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ജീരകവും എള്ളും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ചുടുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം. ഉണ്ണിയപ്പക്കാര വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം സ്വല്പം തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഞാനൊന്ന് തീ കുറച്ച് ഇതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാം. ഉണ്ണിയപ്പം നല്ലതുപോലെ പാകമായിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഇത് മാറ്റാം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര തൂക്കി കൊടുക്കാം. ഓണ വിഭവമായ ഉണ്ണിയപ്പം റെഡി.